സുഹൃത്തുക്കളെ, വീട്ടിലെത്തിയ ഗരുഡശലഭം അങ്ങനെ വല്ലപ്പോഴേ വരാറുള്ളൂ. നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ഗരുഡശലഭത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ഇതിനെക്കുറിച്ച് കണ്ടിട്ടുള്ളവരുമൊക്കെ പറയൂ കേട്ടോ. കുറേ വീഡിയോ ഉണ്ട്, കുറേ ഭംഗിയുള്ള വിഷ്വൽസ് ഉണ്ട്. പക്ഷേ നമ്മളിതിൻ്റെ പശ്ചാത്തലത്തിൽ സംസാരിക്കുന്നത് മറ്റൊരു വിഷയമാണ്. ഒരു തരത്തിൽ കണക്ഷൻ ഉണ്ട്. ഗരുഡശലഭം തേൻ നുകരാനാണ് എത്തുന്നതെങ്കിൽ അങ്ങ് ഒരു ഹണി ട്രാപ്പിൻ്റെ കഥയാണ് നമ്മൾ ഈ വിഷയത്തിൽ പറയുന്നത്. ഇതിലൊരൽപ്പം കൗതുകവും ഒരൽപ്പം ആശ്ചര്യവും ഒക്കെ തോന്നുന്നുണ്ട് നമ്മുടെ KSUവിലെ കുട്ടി നേതാക്കളെക്കുറിച്ച്. അതും ആരുമല്ല, സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹണി ട്രാപ്പിൽ കൊടുക്കാൻ ശ്രമിച്ചത് ആരാണെന്നറിയോ? വൈസ് പ്രസിഡന്റുമാരാണ്, ഒപ്പം ഒരു ജില്ലാ പ്രസിഡന്റും. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. രസകരമായ സംഭവം നടക്കുന്ന അങ്ങ് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ഇരവിപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. ഇരവിപുരം പോലീസാണ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത്. 2024 നടന്നൊരു സംഭവമാണ് ഇപ്പോൾ വലിയ കേസിലേക്കൊക്കെ മാറിയിരിക്കുന്നത്. അതായത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ ആയ ഈ ആഷിഖ് ബൈജു ആണ് പരാതിക്കാരൻ. ആഷിഖ് ബൈജുവിനെ മറ്റ് 2 സംസ്ഥാന വൈസ് പ്രസിഡന്റുമാർ, ഒപ്പം തന്നെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ്, ഇവർ ചേർന്ന് ഹണി ട്രാപ്പിൽ കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പരാതി. അതായത് വൈസ് പ്രസിഡന്റുമാർ ആരൊക്കെയാണെന്ന് അറിയണ്ടേ? യദു കൃഷ്ണനും അരുൺ രാജേന്ദ്രനും, ഒപ്പം തന്നെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് അൻവർ സുൽഫിക്കർ ആണ് മറ്റൊരു പ്രതി. ഇവർക്കെതിരെ നമ്മുടെ കൊല്ലം ഇരവിപുരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട്, അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സംഭവം ഇങ്ങനെയാണ്. 2024 സംഭവം. 2024 ഒടുക്കമാണ്, അതായത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ്. 2024 ഡിസംബർ 9 ഈ സംഭവം. ഈ യദുവും അരുണും അൻവറും ഒക്കെ ഈ ആഷിഖിനെ വിളിക്കുകയാണ്. ആഷിഖിനെ വിളിച്ചിട്ട് ഡിസംബർ 9 വിളിച്ചിട്ട് ആഷിഖിന് പരസ്ത്രീ ബന്ധമുണ്ട്, അതൊക്കെ ആരോപിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. അതിനുശേഷം ഇങ്ങനെയാണ് FIRൽ പറയുന്നത്. പരാതി ഇതാണ് എന്തായാലും. തുടർന്ന് ഈ ഒരു പെൺകുട്ടിയുടെ ഓഡിയോ ക്ലിപ്പ് അയക്കുകയാണ്. അതായത് പീഡനത്തിനിരയായി ആഷിഖ് തന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് അയക്കുകയാണ്. അപ്പോൾ ആഷിഖ് പറയുന്നത് എനിക്കിതുമായിട്ടൊരു ബന്ധവുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ആഷിഖ് പരാതി നൽകിയത്. എന്തായാലും ഡിസംബർ 9 നടന്ന സംഭവമാണ്. അതിലിപ്പോഴാണ് ആഷിഖ് പരാതി നൽകിയത്. പരാതി ഒരുപക്ഷെ പാർട്ടി തലത്തിലൊക്കെയാണല്ലോ സാധാരണഗതിയിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ പാർട്ടി തലത്തിലൊന്നും പരിഹരിക്കപ്പെടാതെ വന്നതോടെ ആയിരിക്കാം ചിലപ്പോൾ ഇങ്ങനൊരു പരാതിയിലേക്ക് പോയത് എന്ന് സംശയിക്കേണ്ടി വരും. എന്തായാലും എന്തൊരു അവസ്ഥയാണല്ലേ ഈ ഹണി ട്രാപ്പൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ. വലിയ ക്രിമിനലുകൾ ചെയ്യുന്ന പരിപാടിയാണ്. സാധാരണ സ്ത്രീകൾ ഒക്കെ ഇടപെട്ടുകൊണ്ട്, സ്ത്രീകളും മറ്റ് പുരുഷന്മാരും ഒക്കെ ചേർന്നുകൊണ്ട് ഏതെങ്കിലും കാശുകാരെയൊക്കെ വിളിച്ച് ഏതെങ്കിലും ലോഡ്ജ് മുറിയിലൊക്കെ ഈ സ്ത്രീ ചാറ്റ് ചെയ്ത് അല്ലെങ്കിൽ സംസാരിച്ചൊക്കെ എത്തിക്കുന്നു. അതിനുശേഷം അവിടെ നിന്ന് ഈ പുരുഷൻ്റെ സ്ത്രീയുടെയൊക്കെ വീഡിയോയോ ഫോട്ടോയോ ഒക്കെ എടുക്കുന്നു. അതിനുശേഷം അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടിയെടുക്കുന്നു. ഇതാണ് പരിപാടി. ഇവിടെ പണം തട്ടലല്ല, ഒരുപക്ഷെ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള ഒരുത്തനെ തീർക്കാൻ. അതും KSU ആണ്, വിദ്യാർത്ഥി സംഘടനയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ KSUവിൽ നിന്നൊക്കെ വളർന്നു വരുന്ന ഇവർ ഏത് നിലയിലെത്തും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പണ്ടും KSUവിൻ്റെ ഒരു കൊല്ലം ജില്ലയിലെ ഒരു അധ്യക്ഷനെതിരെ ഒരു വീഡിയോ ഒക്കെ പുറത്തു വന്നത് ഒരുപക്ഷെ ആളുകൾ ഓർത്തിട്ടുണ്ടാവും. അതും ഇതേപോലെ ട്രാപ്പ് അല്ലെങ്കിലും അത് അയാളുടെ കൂടി പങ്കോടുകൂടിയാണോ എന്നറിയില്ല. എന്തായാലും അതിൻ്റെയും ഒരു സ്ത്രീയുമായുള്ള വീഡിയോ ഒക്കെ പുറത്തു വന്നിരുന്നു. എന്തായാലും കൊല്ലത്താണ് സംഭവിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റിലും ഇതുണ്ട് എന്നുള്ളതാണ് പോലീസിൻ്റെ FIR പറയുന്നത്. പോലീസ് കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, കാരണം ഇതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് പരിശോധിച്ച് വരികയാണ് എന്നുള്ളതാണ് ഇരവിപുരം പോലീസ് സംസാരിക്കുമ്പോൾ പറയുന്നത്. ഇതിലെ കൗതുകകരമായിട്ടുള്ളൊരു കാര്യം, ഇതിലൊരു സ്ത്രീയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അത് സ്ത്രീപീഡന പരാതിയൊക്കെ ആയതുകൊണ്ട്, ഹണി ട്രാപ്പ് കേസ് ആയതുകൊണ്ട് അതിനെക്കുറിച്ച് ഇനി അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. അതായത് ഈ സ്ത്രീയുടെ ശബ്ദം ഓഡിയോ ക്ലിപ്പ് കേൾപ്പിച്ചിട്ടാണ് ആഷിഖ് ഇത് പരാതി നൽകിയിരിക്കുന്നത്. ഇനി ഈ സ്ത്രീ ആരാണ് എന്നും കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. സ്ത്രീയുടെയൊക്കെ ശബ്ദ പരിശോധന, സാമ്പിൾ പരിശോധനയൊക്കെ നടത്തി അയാൾ അറിയാൻ പറ്റും, ആരാണ് സ്ഥിരീകരിക്കാൻ പറ്റും. അതിനും അപ്പുറത്തേക്ക് ഈ മറ്റ് 2 പ്രതികളുണ്ടല്ലോ, അവരെ പിടിച്ചു കഴിഞ്ഞാലും ഇതാരുടെ ശബ്ദമാണ് എന്നൊക്കെ അറിയാൻ പറ്റും. എന്തായാലും സ്വാഭാവികമായിട്ട് ഇവർ നിഷേധിക്കാനാണ് സാധ്യത. പക്ഷേ ഈ തെളിവുകൾ, ഈ ഭീഷണിയുടെയൊക്കെ തെളിവുകൾ ഹാജരാക്കിയാൽ മറ്റ് 2 പേർക്കും, ആഷിഖ് അങ്ങനെ ഹാജരാക്കുകയാണെങ്കിൽ ബാക്കി 3 പേരുടെയും കാര്യം കട്ടപ്പുകയാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വൈസ് പ്രസിഡന്റുമാരാണ് 2 പേർ, യദു കൃഷ്ണനും അരുൺ രാജേന്ദ്രനും.
തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് അൻവർ സുൽഫിക്കറും. കൗതുകകരമായ രാഷ്ട്രീയമാണ്. ആകെ കൗതുകം ഇതിൽ തോന്നുന്നത് ഇവരൊക്കെയാണ് മറ്റ് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികളെ പലപ്പോഴും എന്താ പറയുക ഉപദേശിക്കുകയും ലഹരിക്കെതിരായ പോരാട്ടങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിൽ ഒരാളെ എങ്ങനെയൊക്കെ ഇപ്പോൾ കോൺഗ്രസിലും ഒക്കെ പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ പല രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ PT ചാക്കോയെയൊക്കെ അന്ന് മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കിയത് എങ്ങനെയാണെന്നുള്ളത് കേരളം അറിയുന്നതാണ്. കാറിനുള്ളിൽ ഒരു സ്ത്രീയുണ്ട് എന്ന് പറഞ്ഞ ഒരു ആരോപണം ഉന്നയിച്ചാണ് പഴയ കാലത്ത് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ PT ചാക്കോ എന്ന് തന്നെയാണെന്നാണ് ഓർക്കുന്നത്. പെട്ടെന്ന് സംസാരിക്കുന്നതിനിടെ ഓർമ്മ വന്നൊരു കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. തൃശ്ശൂർ വെച്ച് കണ്ടു എന്നൊക്കെ അവരുടെ പീച്ചിൽ വെച്ച് പേര് മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ തിരുത്തുക. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ മുൻപ് രാഷ്ട്രീയത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ ക്രിമിനൽ മൈൻഡോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നുള്ളത് കേവലം നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ മാത്രമല്ല, രാഷ്ട്രീയ ഭാവി ഇവരൊക്കെ വളർന്നാണല്ലോ നാളെ മന്ത്രിമാരും മുഖ്യമന്ത്രിയൊക്കെ ആവുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു മൈൻഡ് സെറ്റ് ഇതാണ് എങ്കിൽ ഇവരാരെയും കുടുക്കി ആരെയും തന്ത്രപൂർവ്വം വീഴ്ത്തി ഒരു ട്രാപ്പിലാക്കി ഒരുത്തനെ ചവിട്ടി താഴ്ത്താം. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉള്ളത് അങ്ങനെ തന്നെയാണ്. ഒരാളെ ചവിട്ടി താഴ്ത്തിയിട്ട് വേണം, വളർന്നു വരുന്ന ഏതെങ്കിലും ഒരുത്തനെ വെട്ടിയിട്ട് വേണം മറ്റുള്ളവന് ഉയർന്നു വരാൻ എന്നുള്ളതാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ സംഭവത്തിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ മറ്റ് രണ്ടുപേരുടെയും വാദം എന്ത് എന്ന് മൊഴി എന്ത് എന്ന് എടുത്തിട്ടില്ല. അവരുടെ മൊഴിയെടുത്ത ശേഷമായിരിക്കും ഇനി ആഷിക്കിന് ചില ബന്ധങ്ങളുണ്ടെന്നോ ഏതെങ്കിലും സ്ത്രീ അങ്ങനെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നോ, അതായത് തിരുവനന്തപുരത്ത് വെച്ച് പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്, ഈ പെൺകുട്ടി പറഞ്ഞതായി പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വല്ല പ്രണയമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് വ്യക്തമല്ല. എന്തായാലും ഈ പെൺകുട്ടിക്ക് പിന്നിൽ ഒരുപക്ഷെ ഈ മറ്റ് രണ്ടുപേർ നിന്നതുമാകാം. അങ്ങനെയുണ്ടെങ്കിൽ ആഷിക്കാണ് കുറ്റക്കാരനാകുന്നത്. പക്ഷെ ആഷിക്ക് സ്വാഭാവികമായിട്ടും പോലീസിൽ പരാതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ കൃത്യമായ അന്വേഷണം നടക്കും, എവിഡൻസ് കളക്ട് ചെയ്യും. ഇത്തരം സംഭവങ്ങളെല്ലാം ഉണ്ട്. ഇത്തരം സംഭവം എല്ലാം നടക്കുമ്പോൾ ആഷിക്കിന് അങ്ങനെ രക്ഷപ്പെടാൻ എന്താ പറയുക തെളിവുണ്ട് എങ്കിൽ, ആഷിക്കിനെതിരെയാണ് തെളിവെങ്കിലും രക്ഷപ്പെടാൻ കഴിയാത്ത സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ആഷിക്ക് ധൈര്യപൂർവ്വം രംഗത്തെത്തിയത് കൊണ്ട് തന്നെ നമുക്ക് സംശയിക്കേണ്ടി വരിക ആഷിക്ക് ഇതിൽ ഇരയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് സംശയിക്കേണ്ടി വരിക. എന്തായാലും കൊല്ലം ജില്ലയിലെ ഇരവിപുരത്താണ് ഉള്ളത് സംഭവം. ഇരവിപുരം പോലീസ് ഇതിനെക്കുറിച്ച് പരിശോധിച്ച് വരികയാണ്, അന്വേഷിച്ച് വരികയാണ്. ഈ 3 പേരുടെയും വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തും ആദ്യഘട്ടത്തിൽ. അതിനുശേഷമായിരിക്കും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിയുക. എന്തായാലും ഇതിൻ്റെ ഫോളോ അപ്പ് വാർത്തകൾ വൈകാതെ വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും വളരെ ഞെട്ടലുണ്ടാക്കിയൊരു സംഭവമാണ്. രാഷ്ട്രീയത്തിലൊക്കെ രാഷ്ട്രീയ നേതാക്കളാണ് നാടിനെ നയിക്കുന്നത്. അതിൻ്റെ ഒരു അടുത്ത തലമുറയുടെ ഒരു അവസ്ഥ ഇങ്ങനെയാണോ എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് ഇത് കേൾക്കുമ്പോൾ തോന്നുന്നത്? അത് കമൻറ്റായി പറയുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഇത്തരം പക്ഷികളൊക്കെ നിങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ടോ? അതിനെക്കുറിച്ചിട്ട് നമ്മൾ വെറുതെ ഇത്തരം കാഴ്ചകളിട്ട് അതിൻ്റെ താഴെ കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഈ രീതിയിലൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതിനെക്കുറിച്ചൊക്കെ പറയുക. ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതിൽ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി പറയുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.